ശ്രീ കെ മുഹമ്മദിന്റെ ഈ പരാമർശം ചർച്ച ചെയ്യപ്പെടും. ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂറും ഒപ്പം ശ്രീ ഷാബു പ്രസാദും നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അതിനു മുമ്പ് ശ്രീ ചരിത്രകാരൻ PA ഐസക് അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഐസക്, കെ മുഹമ്മദ് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, അയോധ്യയ്ക്കൊപ്പം കാശിയിലെ ഗ്യാൻവാബിയും മഥുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളിയും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. രാമജന്മഭൂമിക്കൊപ്പം പ്രാധാന്യമുള്ളതാണ് ശിവന്റെ ഭൂമിയും കൃഷ്ണജന്മഭൂമിയും അടക്കം. ഈ അയോധ്യ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധിയുടെയൊക്കെ സാഹചര്യം നമുക്കറിയാം. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ ഒരു പരാമർശത്തിന്? അങ്ങനെ ഒരു വിട്ടുകൊടുക്കൽ ഉണ്ടായാൽ അത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും, ഏത് തരത്തിൽ ബാധിക്കപ്പെടും? വിട്ടുകൊടുത്താൽ ഒന്നും വ്യാഖ്യാനിക്കപ്പെടത്തില്ല. ചരിത്രത്തോട് നീതി ചെയ്യുന്നതും ഒരു സെക്കുലർ സൊസൈറ്റിയിൽ മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുകയും ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ശ്രീ CA ഐസക് അദ്ദേഹം തുടരുന്നുണ്ട്. ഇത് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന പലവിധ പ്രശ്നങ്ങൾ മുസ്ലിം ഹിന്ദു ഐക്യവുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതാണ് ഇത്തരമൊരു സംഗതി ഉണ്ടായാലെന്നാണ് ശ്രീ കെ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത്. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് ഒരു ന്യൂനപക്ഷം ഭീകര പ്രവർത്തകർ മാത്രമാണ് ഇതിനെ അനുകൂലിക്കുന്നത്. ഇവിടെ സെക്കുലർ നാഷണൽ മുസ്ലിംസ് ഉണ്ട്, അവരിതിനെ അനുകൂലിക്കുകയുള്ളൂ. അവർക്ക് ഒരിക്കലും സംഘർഷ ഭൂമിയിലല്ല അവരുടെ പള്ളികൾ ഉണ്ടാക്കേണ്ടത് എന്നവർ വിശ്വസിക്കുന്നവരാണ്. സമാധാനത്തിന്റെ ഭൂമിയിലാണ് പള്ളികൾ ഉണ്ടാക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കെ മുഹമ്മദിന്റെ അഭിപ്രായത്തോടെ 100% യോജിക്കുന്നു. അത് ആ അഭിപ്രായം അത് ഇനി ഈ അയോധ്യ സംഭവത്തിനൊക്കെ ശേഷം വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, അത്തരത്തിൽ സംഭവിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്നും ചർച്ച ചെയ്യപ്പെടത്തില്ല. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. ചരിത്രത്തോട് നീതി പുലർത്തുകയാണ്. ചരിത്രപരമായ ചില ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്, അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ചരിത്രത്തോട് നീതി പുലർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഇതിനകത്തൊന്നും ചർച്ചയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, നന്ദി ശ്രീ CA ഐസക്. ശ്രീ